ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതൊന്ന് അരമണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിവിടെ 8 മുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഉണ്ട വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഇതൊന്ന് ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട്. ഞാൻ ചെറിയ മുളക് എടുത്തുകൊണ്ടാണ് 8 മുളക് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സ്പൈസി ആണല്ലോ നമ്മുടെ ചിക്കൻ കറി, അപ്പോൾ അതുകൊണ്ട് 8 മുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് പച്ചമുളകും മുളക് പൊടിയൊക്കെ ചേർക്കാവുന്നതാണ്. ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കറിയിലേക്ക് വേണ്ട പൊടികളൊക്കെ ഈ അരപ്പിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടതാണ് കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഞാൻ ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ അരപ്പിൽ നിന്നാണ് ഒരു 1.5 ടീസ്പൂൺ അരപ്പെടുത്തിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മസാല ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഉപ്പിടാതാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പൂ എന്നിവ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ചെറിയൊരു കഷ്ണം പട്ടയാണ്, അതൊന്ന് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് മൂത്തതിന് ശേഷം ഒരു 3 വലിയ സവാള ഞാൻ ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട്. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്തതിന് ശേഷം അപ്പോൾ ഇത് ഗ്രാമ്പൊക്കെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്, മൂത്തിട്ടുണ്ട് ഇത്. ഇനി ഇതിലേക്ക് സവാള ചെറുതാക്കി നുറുക്കിയതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴഞ്ഞു വരുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുകയാണ്, പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അത് ഞാൻ ചെറുതാക്കി നുറുക്കിയതാണ്. 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ്
2 തക്കാളി എടുത്തിട്ടുണ്ട്, അതും ചെറുതാക്കി നുറുക്കി എടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വാടി വരട്ടെ. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മസാലയുടെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ആ ചാറ് കഴുകിയ വെള്ളമൊന്ന് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ കറിയായിട്ടാണ് വയ്ക്കുന്നത്. കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. സ്പൈസി ചിക്കൻ കറിയാണ്. ഇനി ഇത് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നല്ലപോലെ തിളച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊന്നും ഇല്ലെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചും കൂടെ കറി ഒന്നും കൂടെ വറ്റാനുണ്ട്. അപ്പോൾ ഇനി നല്ലപോലെ അടച്ചു വെച്ചിട്ട് കുറച്ച് കറി വറ്റിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.